എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് നാളായില്ലേ കുർത്ത ഹോൾ ചെയ്തിട്ട് നമ്മൾ മീഷോന്നും ആമസോണിനും ഈവൻ മിന്ത്രയിൽ നിന്നും സ്ഥിരമായിട്ട് ചെയ്യണതാണ്. കൂടുതലും അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് വില കൂടിയതാണ് കേട്ടോ. അതായത് ഒരു 1000, 1500 ആ ഒരു റേറ്റിലുള്ള കുർത്ത സെറ്റാണ് മിന്ത്രയിൽ നിന്ന് മേടിച്ച് ട്രൈ ചെയ്ത് എന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ കഴുകിയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയണത്. അപ്പോൾ ഈ ഒരു വിലയും കൂടി വെച്ചിട്ടാണ് ഞാൻ റിവ്യൂ പറയണ്ടാവുക. അപ്പോൾ അത് ലൈക്ക് ഈ ഒരു 1500 രൂപ 1000 രൂപ വേർത്ത് ആണോ എന്നുള്ളത്. അപ്പോൾ കൂടുതലും ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ളവർ കൂടുതലും ഉദ്ദേശിക്കാം കഴുകിയാലും നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കുർത്താസ് അല്ലേ. ഇപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇട്ട് കഴിഞ്ഞ ഇത്തിരി നാശമായാലും കുഴപ്പമില്ല, ഒരു 4-5 തവണ ഇട്ടാലും അവർ ഹാപ്പിയാണ്, വില കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്കാണെങ്കിലും കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല, കുറേ നാൾ ഇടാവുന്ന നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയൽ ഉള്ള ഔട്ട്ഫിറ്റ്സ് ആണ് എനിക്കാണെങ്കിലും ഇപ്പോൾ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാ ഈ കുർത്ത സെറ്റാണ്. അതായത് ടോപ്പും ബോട്ടും അതേപോലെ തന്നെ ദുപ്പട്ടയും. ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒപ്പം സ്ലീവ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത്. ഞാൻ 2 തവണ വാഷ് ചെയ്തു, വാഷിംഗ് മെഷീനിലാണ് വാഷ് ചെയ്തത്. കളറ് പോയിട്ടില്ല, ചുരുങ്ങിയിട്ടില്ല, പെർഫെക്റ്റ് മെറ്റീരിയൽ കേട്ടോ. 850 രൂപയാണ്. അപ്പം നല്ലൊരു ഔട്ട്ഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ തരത്തിലും. വില ഇല്ലയിൽ ഏറ്റവും കുറവായിട്ടുള്ളത് 800 രൂപ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം 1000, 1500 രൂപയുണ്ട്. ആ രീതിക്ക് ഇത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ സൈഡിൽ സ്ലിറ്റിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഗോട്ടാപ്പട്ടി വർക്ക് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ എക്സ്ട്രാ സ്മോൾ ആയിട്ട് ഇവിടെ എനിക്ക് ടൈറ്റ് ഒന്നും അല്ല, എനിക്ക് ആക്ച്വലി ലൂസാണിത്. അതെനിക്ക് നല്ലതായിട്ടാണ് കേട്ടോ തോന്നുന്നത്. കാരണം ഈ ഭാഗത്ത് ടൈറ്റ് ഒന്നും അല്ല, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും സൈഡിലൊന്നും ഷേപ്പ് ചെയ്യണം, പക്ഷെ എനിക്ക് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇടണതാണ്. ഞാൻ ഒരു തരത്തിൽ ഓൾട്ടറിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിലൊരു കെട്ടുണ്ട്, നല്ല ഡീപ്പ് വി നെക്കാണ്, ഡീപ്പല്ല നോർമൽ വി നെക്കാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം ഞാൻ ഈ അടുത്ത് എന്തിനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, ഈമക്കുട്ടീനെ അബാക്കസ് ക്ലാസ്സിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലല്ല, പരീക്ഷയ്ക്ക്. അവിടെ ഞാൻ പറഞ്ഞില്ലേ 2000 കുട്ടികൾ പരീക്ഷ എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇങ്ങനെ തിങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. അത്രയും ചൂടും അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് നല്ല സുഖമായിരുന്നു. എന്നുവെച്ചാൽ ബേസിക്കലി അത്ര ചൂടെടുത്തില്ല, സാധാരണ ചൂടെടുക്കേണ്ട അത്ര എനിക്ക് ചൂടെടുത്തിട്ടില്ല. പാൻസിൻ്റെ ഒരു സൈഡിൽ ഒരു സൈഡിൽ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ പാൻസിന് ഒരു സൈഡിലാണ് പോക്കറ്റ് തരുന്നത്. എന്നാലും വേണ്ടില്ല, ഒരു സൈഡിലെങ്കിൽ ഒരു സൈഡിലുള്ള കാരണം നല്ലതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പൈസയോ ഫോണൊക്കെ ഇടാനായിട്ട് നല്ലതാണല്ലോ. ഇലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. സിമ്പിൾ ഒരു മെറ്റീരിയൽ കേട്ടോ. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ അതും ഞാൻ കഴുകി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേഹത്ത് ഇങ്ങനെ ഒട്ടിക്കിടന്നോളും. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള സൂപ്പർബായിട്ടുള്ള സെറ്റാണ്. അടുത്തത് എന്താ മഞ്ഞ കളർ. കുറേ പേർക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ സ്കിൻ ടോണിന് നല്ലതായിട്ട് ചേരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ സ്ലീവ്ലെസ് ആണ്, അപ്പോൾ അതൊരു പ്രശ്നം കേട്ടോ. അറ്റാച്ച്ഡ് സ്ലീവിന് വേണ്ടിയിട്ടൊന്നും അവൈലബിൾ അല്ല. സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പാണ്. ചെറുതായിട്ടൊരു ക്രോഷേ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ലേസ് ഡീറ്റെയിലിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് ആം ഹോളിൻ്റെ അവിടെയും അതേപോലെ നെക്കിൻ്റെ അവിടെ പിന്നീട് ചെറിയ ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. ഇതിന് 1000 രൂപയാണ്. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നത് എനിക്ക് പൊക്കം കുറവായതുകൊണ്ട്, അത് നോർമൽ പൊക്കം ഒരു 5'1" കേട്ടോ. ആ ഒരു പൊക്കമുള്ളവർക്ക് ഇത് ഈ ഭാഗത്ത് വന്ന് ഭയങ്കര ടൈറ്റ് ആവും. എസ്പെഷ്യലി കുറച്ചിങ്ങനെ, അതായത് ഇവിടെ കുറച്ചിങ്ങനെ ഹിപ്സ് ഉണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു വിലയ്ക്കൊക്കെ നമ്മൾ കൊടുത്ത് മേടിക്കുമ്പോൾ അത് അതിനനുസരിച്ച് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നല്ലൊരു പൊക്കമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് സ്ലിറ്റ് ഇവിടെ നിന്നാവും സ്റ്റാർട്ട് ആവുക. അപ്പോൾ ഈ ഹിപ്സിൻ്റെ അവിടെ വന്ന് തടയില്ല. പക്ഷെ പൊക്കം കുറവുള്ള ഒരാൾക്ക് ഈ സ്ലിറ്റ് എൻ്റെ ആവുക ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ കാണാനായിട്ട്. കുഴൽ ഷേപ്പായിരിക്കും. അപ്പോൾ അത് ഭയങ്കര അഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് അത് സൈഡ് വെട്ടിയിട്ട് മടക്കി അടിച്ചു. പക്ഷെ അതും അത്ര വൃത്തിയായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടക്കി അടിക്കാനുള്ള ഫാബ്രിക് അധികം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല ഈ സ്ലിറ്റിൻ്റെ ഈ ക്രോഷേ ഈ ഒരു ഇത് കൊടുത്തിട്ടില്ലേ, ഒരു എക്സ്ട്രാ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അതും ഈ സ്ലിറ്റിൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവില്ലല്ലോ നമ്മൾ വെട്ടിയടിക്കുമ്പോൾ. അതിൻ്റെ ഒരു ചെറിയ അഭംഗിയുണ്ട്. എന്നാലും മറ്റേനേക്കാളും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തില്ല. ഞാനത് റിവ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കഴുകിയൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് റിട്ടേൺ ചെയ്യാൻ നിവർത്തി ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എനിക്ക് പാകത്തിന് അങ്ങ് യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് സൈഡ് വെട്ടിയിട്ട് സ്ലിറ്റ് കയറ്റി അടിച്ചത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തവർക്ക്, സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണെങ്കിൽ ഇത് മേടിക്കേണ്ട കേട്ടോ. പകരം പൊക്കമുള്ള ഒരാളാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. 1000 രൂപയ്ക്ക് നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. ഇലാസ്റ്റിക്കാണ്,
പാൻസിന് പോക്കറ്റ്സ് ഇല്ല, പോക്കറ്റ് ഉണ്ട് കേട്ടോ. ദുപ്പട്ടയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ടയാണ്. ഇതിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നീളവും വീതിയൊക്കെ നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കമുള്ള ഒരാൾക്കാണെങ്കിലും നോർമൽ ആയിട്ടുള്ള ഒരാൾക്കും ഒക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫാബ്രിക്കുമാണ്. നീളവും വീതിയും കറക്റ്റാണ്. ഇതിൻ്റെ അറ്റത്ത് ചെറിയ ടാസിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ലിറ്റിൻ്റെ ആ ഒരു കാര്യമാണ്. അത് ഇത്രയും ഇറങ്ങി വന്ന കാരണം ഭയങ്കര ഒരു കുഴൽ ഷേപ്പിലേക്ക് നമ്മൾ ആയി പോകണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പൊക്കമുള്ളവരും എന്നെക്കാളും പൊക്കം കുറവുള്ളവരും എന്തായാലും മേടിക്കണം. എനിക്ക് തോന്നുന്നു ഒരു 5'3" അല്ലെങ്കിൽ 5'4" മുതലുള്ളവർക്കായിരിക്കും ഇത് സെറ്റ് ആവുള്ളൂ. പിന്നെ ഞാൻ ഈ മേടിച്ചിരിക്കുന്നതെല്ലാം എക്സ്ട്രാ സ്മോളും ആണ് കേട്ടോ. അതൊരു കാര്യമുണ്ട്. നമുക്ക് ഒരു നോർമൽ റേറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ സ്മോൾ കിട്ടാൻ പാടാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ കുറച്ച് വില കൂടുതലുള്ളത് നോക്കിയത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാ സൈസസും കിട്ടും, ഇൻക്ലൂഡിങ് എക്സ്ട്രാ സ്മോൾ. അടുത്തത് ഒരു 1500 റേറ്റിലുള്ള ഒരു അനാർക്കലി എന്ന് പറയാൻ പറ്റില്ല, ഒരു എ ലൈൻ എന്ന് പറയാം, ആ ഒരു ഇതിലുള്ളതാണ്. പക്ഷെ സ്റ്റിച്ചിങ് നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം പാനൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുറച്ചധികം പാനൽസ് കൊടുത്തിട്ട് വീനെക്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 3/4 സ്ലീവാണ്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. എന്നിട്ട് അടിയിൽ ചെറിയൊരു ക്രോഷേ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെ നെക്കിലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ സ്ലീവ്സിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്, പാൻസിൻ്റെയും എൻഡിൽ കൊടുത്തിട്ടുണ്ട്. സിഗരറ്റ് പാൻസ് ആണ് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ പോക്കറ്റ് ഇല്ല കേട്ടോ, ഇതിന് പോക്കറ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു ഇതൊരു അനാർക്കലി പാറ്റേണിൽ വരുന്നതുകൊണ്ടായിരിക്കും പോക്കറ്റ് ഇല്ലാത്തത് പാൻറ്റിന്. കാരണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അപ്പം ഇതിന് സൈഡിൽ പോക്കറ്റ് ഉണ്ടോ നോക്കട്ടെ, ടോപ്പിൻ്റെ സൈഡിൽ. അപ്പം ഇതിനും ഇല്ല, അപ്പോൾ പോക്കറ്റ് ഇല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രിൻ്റ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിന് 1500 രൂപയുണ്ട് കേട്ടോ റേറ്റ്. നല്ല ഫ്ലോറൽ പ്രിൻ്റാണ്. പിന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു പിങ്ക് റെഡ് അങ്ങനത്തെ ഒരു ഇതിലുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് അല്ല, ബ്ലൂ അല്ലേ, ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഇതിലത്തെ സെയിം ബ്ലൂ ആണ്. സൈഡിൽ ക്രോഷേ അങ്ങനത്തെ ഒരു ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചെക്ക് പാറ്റേൺ ഉണ്ട് കേട്ടോ. അത് നല്ല രസമായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നന്നായിട്ട് നമ്മുടെ ശരീരത്ത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിക്കിടക്കും. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഓഫീസ് വെയർ ആയിട്ട് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഒരു 1500 രൂപയ്ക്ക് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കഴുകിയിട്ടും ഒന്നും ഒരു പ്രശ്നമില്ല. ഞാനത് 1-2 തവണ ഇട്ട് നോക്കി, കഴുകി, ചായം പോയിട്ടില്ല, ചുരുങ്ങിയിട്ടില്ല. ഇത് ഒന്നും ചായം പോവുകയോ ചുരുങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു. അടുത്തത് ഇത് കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഞാനൊരു ഷോർട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് പോയപ്പോൾ ഞാനൊരു ഫുൾ ഡേ ഇതിട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒരു സ്ഥലത്ത് പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 തവണ വാഷ് ചെയ്തു. എഗെയിൻ കളർ പോയിട്ടില്ല, ചുരുങ്ങിയിട്ടില്ല. 1500 രൂപയാണ്. നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ ഈ ഒരു യോക്ക് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് ലേസും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഷെയ്ഡ് കേട്ടോ. ചെറുതായിട്ടൊരു പീച്ചും പിങ്കും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. സിമ്പിൾ പ്രിൻ്റാണ്. പിന്നെ പാൻസ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻസ് സെയിം കളറിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പോക്കറ്റ് ഉണ്ട്, നല്ല കംഫർട്ടബിളാണ്. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. 1500 രൂപയുടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല ഫ്രണ്ടിൽ ഇതേപോലെ സ്ട്രെയിറ്റും പിന്നിലാണ് എലാസ്റ്റിക് ഉള്ളത്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ വേർട്ടിക്കൽ സ്ട്രൈപ്സും അതേപോലെ തന്നെ ബോർഡറും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ്. കഴുകിയാലും ഒന്നും പ്രശ്നമില്ല. കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനില്ല. പിന്നെ കുറേ പേർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. കുത്തുന്ന മെറ്റീരിയലൊന്നും ഇഷ്ടമല്ല, വർക്കൊന്നും ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഒക്കെ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ലൊരു ഔട്ട്ഫിറ്റാണ്. ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ്. ഒരു 1600 1700 ആ ഒരു റേറ്റിലാണ് കേട്ടോ ഉള്ളത്. ഇതിന് അത്രയും റേറ്റ് മാത്രം ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോസിറ്റീവ്സ് പറയാം. ഒന്ന്, ഇതിൻ്റെ കളറും അതേപോലെ പ്രിൻറ്റും നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഫ്ലവേഴ്സും എന്ന് വെച്ചാൽ റോസ് ഫ്ലവേഴ്സും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു ഗോൾഡൻ ഷൈനുള്ള ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മഞ്ഞ കളറ് എന്ന് വെച്ചാൽ ഭയങ്കര ഉദിപ്പ്, കണ്ണിൽ കുത്തണ മഞ്ഞല്ല, നല്ല പ്ലീസിങ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. ഇത് നമുക്ക് ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഇവിടെ ഒരു ലേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ ഈ ഗോൾഡൻ ഷൈനി ലേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും ഓവറല്ല. എന്നൊരു ഫങ്ഷന് സിമ്പിളായിട്ടുണ്ടെങ്കിൽ അല്ല, ബേസിക്കലി എന്നാൽ അങ്ങനെ സിമ്പിളും അല്ല, അങ്ങനെ വേണം പറയാനായിട്ട്. അത്ര ഓവറും അല്ല സിമ്പിളും അല്ല. അപ്പോൾ ഓഫീസിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഇടാവുന്നതാണ്. ഇത് പക്ക സ്ലീവ്ലെസ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹോൾട്ടർ നെക്കിൻ്റെയും സ്ലീവ്ലെസ്സിൻ്റെ ഇടയിലായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് കേട്ടോ. പിന്നെ താഴെയാണെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു യു ഷേപ്പിലാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പാൻറ്റാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. ഒരു പട്ടിയാല ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. താഴെ ഇതേപോലെ
ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിന് പോക്കറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇതിന് പോക്കറ്റ് ഇല്ല. പിന്നെ ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഒരു സംഗതി. നല്ല രസമായിട്ടുള്ളൊരു ടൈ ആൻഡ് ഡൈ ഡീറ്റെയിലിംഗ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ലേസും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഹൽദി, ഗുലാബി അങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓഫീസിലാണെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഇവൻറ്റ്സ് ഒക്കെ വരുമല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ഞാൻ നേരത്തെ ഒരു യെല്ലോ കുർത്തയുടെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ എത്തുമ്പോൾ ടൈറ്റ് ആണെന്നുള്ളത് സെയിം തന്നെയാണ് ഇതിൻ്റെയും പ്രശ്നം. മറ്റേ യെല്ലോൻ്റെ അത്ര ടൈറ്റ് അല്ല, പക്ഷേ എന്നാലും ഇവിടെ എത്തുമ്പോൾ ടൈറ്റ് ആവുന്നു കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എസ്പെഷ്യലി ഇത്രയും വില കൊടുത്തിട്ടൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അത് ഭയങ്കര നമുക്കൊരുമാതിരി ഇറിറ്റേറ്റിംഗ് സാധനം. അത് മീഷോ എന്നൊക്കെ പണ്ട് ഞാൻ മേടിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മീഷോന്ന് നമ്മൾ തപ്പി മേടിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ അല്ലാത്തതും കിട്ടും. പക്ഷെ ഇത് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എനിക്കത് ശരിയാക്കാൻ പറ്റും കേട്ടോ. മറ്റേ മഞ്ഞ ശരിയാക്കിയ പോലെ തന്നെ ഇതും ശരിയാക്കാൻ പറ്റും. എനിക്ക് തുന്നൽ അറിയാവുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് പിന്നെ നമ്മൾ തുന്നൽ കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മിക്കവാറും പറയും സ്പേസ് ഇല്ലാത്ത കാരണം ബുദ്ധിമുട്ടാണ് ചെയ്യാമെന്ന് എന്തായാലും പറയും. കാരണം ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. ആ ഒരു സൈഡിൽ അത്രയും മടക്കി അടിക്കാൻ ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ നിങ്ങൾക്ക് ആ പ്രിൻറ്റും ഇതൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല പൊക്കമുള്ള ആളാണെങ്കിൽ ഇത് നന്നായിട്ട് ചേരും കേട്ടോ. ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള, എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഫാബ്രിക് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ കാണാൻ കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ടുള്ള നല്ലൊരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഈ 5 കുർത്ത സെറ്റാണ് കേട്ടോ നമ്മൾ ഇത്തവണ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് 3 ബാഗ് നോക്കാം. അതും അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ബാഗ്സ് ആണ് മിന്ത്രയിലുള്ള. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് ബാഗാണ് കേട്ടോ. ഓഫീസ് അതേപോലെ കോളേജിലൊക്കെ ഇങ്ങനത്തെ ബാഗ് അത്യാവശ്യത്തിനൊക്കെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര പെർഫെക്റ്റ്. അല്ലെങ്കിൽ കാഷ്വലായിട്ട് നമ്മൾ പോകുമ്പോൾ യാത്രകൾക്കൊക്കെ ഇത് പറ്റിയിട്ടുള്ള ബാഗാണ് കേട്ടോ. ഒന്ന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഇതേപോലെ കള്ളിയുണ്ട്. അത് മാത്രമല്ല ലാപ്ടോപ്പ് വെക്കാനുള്ള കള്ളിയുണ്ട്. അതും നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കള്ളിയാണ് കേട്ടോ. ലാപ്ടോപ്പ് നല്ല സേഫായിട്ട് വെക്കാൻ പറ്റും. അതുകൂടാണ്ട് എക്സ്ട്രാ 1, 2, 3, 4, 5, 6 കള്ളികളുണ്ട്. പെന്ന് വെക്കാൻ സെപ്പറേറ്റ് കള്ളിയുണ്ട്. അങ്ങനെ വാട്ടർ ബോട്ടിൽ വെക്കാൻ സെപ്പറേറ്റ് കള്ളിയുണ്ട്. വാട്ടർ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. അങ്ങനെ സൂപ്പറാണ് കേട്ടോ. 1650 രൂപയൊക്കെയാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ആ പൈസയ്ക്ക് കൂടുതൽ വർത്തായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിനൊപ്പം ഈ ഒരു പൗച്ചും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതേപോലെ ഇടാം. ഇത് സാനിറ്റൈസർ വയ്ക്കുന്ന സാധനം കേട്ടോ. ഇതേപോലെ നമുക്ക് ഹാൻഡ് ബാഗ് ആയിട്ട് ഇടാം. അതല്ല ഒരു സ്ലിംഗ് ബാഗ് ആയിട്ട് ഇടണമെങ്കിൽ പ്രത്യേകമായിട്ട് നമുക്ക് വേറെ വള്ളി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡിൽ നമ്മൾ ഇടുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ ബാഗ് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. അടിപൊളി ബാഗാണ്. നോക്കി നോക്കൂ. ഇത് ചില സമയത്ത് 4000 രൂപയാവും കേട്ടോ. ഞാനിത് എനിക്ക് തോന്നുന്നു ഷോർട്സ് വീഡിയോയിൽ ഇട്ടപ്പോൾ 4000 രൂപ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എഗെയിൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് എഗെയിൻ 1600 രൂപയായി. ആ ഒരു വിലയ്ക്ക് ഇത് വേർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് ഈ വൈറ്റ് ബാഗാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ ഷോർട്സ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. എനിക്കും അതേപോലെ ഗംഗയ്ക്കും ഞങ്ങൾക്ക് 2 പേർക്കും സെയിം ബാഗ് ഉണ്ട്. ഇത് നൈക്കയിൽ അവൈലബിൾ ആണ്, അതേപോലെ മിന്ത്രയിലും അവൈലബിൾ ആണ്. മിന്ത്രയിലാണ് കുറച്ചും കൂടി വിലക്കുറവുള്ളത്. ഇതിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ കളർ തന്നെയാണ്, കളർ കോമ്പിനേഷൻ തന്നെയാണ്. വെള്ളയും അതേപോലെ തന്നെ ബ്രൗണും കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ചളിയായി നാശമാവാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ വേറെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വൈറ്റ് ആൻഡ് ബ്ലൂ ഉണ്ട്. അതും ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് കറൻ്റ്ലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ എന്നും എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇതിൽ വലിയ കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊന്നും തന്നെയില്ല. അത് മാത്രമല്ല സിബ്ബും ഇല്ല. ജസ്റ്റ് നമുക്കൊരു ബട്ടൺ മാത്രമേ ഉള്ളൂ അടയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രൊട്ടക്ഷൻ വൈസും കുറവാണ്. വിലയും കുറച്ചുകൂടി കൂടുതലാണ്. 3000 രൂപയാണ്. നമുക്ക് കാഷ്വലി ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. അല്ല പ്രോപ്പർ ഒരു ട്രാവലിന് പോകുമ്പോൾ നമുക്ക് ഒരു കമ്പാർട്ട്മെൻറ്റ് എക്സ്ട്രാ നമുക്ക് മേടിച്ച് വെക്കണം. ഇതേപോലെ എന്തെങ്കിലും മേടിച്ച് വെക്കണം. ഇത് ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചാൽ മാത്രമേ നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കറബറാന്ന് കുറേ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ലിങ്ക് ഇടാം. ഇഷ്ടമാണെങ്കിലും മേടിക്കാം. ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു വിലയ്ക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭംഗിയുണ്ട്. എത്ര കണ്ടും ഫങ്ഷണലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് സംശയം വരുന്നത്. പിന്നെ അടുത്തൊരു ബാഗ്, ഈ ഒരു സ്ലിംഗ് ബാഗ്, ഇത് ഞാൻ ഉപയോഗിച്ചതിന് കയ്യും കണക്കൂല കേട്ടോ. കുറേ തവണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ
ഫ്രണ്ടിൽ ഇതേപോലൊരു കള്ളിയുണ്ട്. അത് കൂടാണ്ട് സിബ് തുറന്നു കഴിഞ്ഞാൽ 2 കള്ളിയായിട്ടുണ്ട്. അത് നല്ലതാണ്. അത് കൂടാണ്ട് ഇതിന് 2 സ്ട്രിങ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഈ ഒരെണ്ണുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു തിക്കായിട്ടുള്ളതുണ്ട്. ഇത് നമുക്ക് 2 ഭാഗമായിട്ട് വെവ്വേറെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാഷ്വലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ല ഒരു ഫംഗ്ഷനൊക്കെ ലൈക്ക് മെയിൻലി ഇവൻറ്റിനൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി ക്ലാസ് ലുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. നല്ലതാട്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, എന്നാൽ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ബാഗാണ്. നമുക്ക് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ ഒപ്പം അതേപോലെ തന്നെ ഈവൻ സാരീസിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മിന്ത്രയിൽ നിന്ന് ഇത്തവണ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ മിന്ത്രയിലൊരു കുഴപ്പം എന്താണെന്നറിയോ, ഭയങ്കര വ്യത്യാസമാണ് വിലയ്ക്ക്. നമ്മൾ പലപ്പോഴും സെയിലിൽ മേടിക്കുന്ന പലതും പിന്നീട് നോക്കുമ്പോൾ ഭയങ്കര വിലയായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതേ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാഗ് ഇത് ഞാൻ കുറേ നാൾ മുമ്പ് 600 രൂപയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. പക്ഷേ അത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. ഇപ്പോൾ നോക്കുമ്പോൾ 6000 രൂപ. 6000 രൂപയ്ക്കൊക്കെ ആരെങ്കിലും ഈ ബാഗ് മേടിക്കും? എനിക്കറിയില്ല കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ക്വാളിറ്റി വൈസ് അത്ര പോരാ കേട്ടോ. എന്നുവെച്ചാൽ കുറച്ചിങ്ങനെ ചളുങ്ങി അങ്ങനെ ഇരിക്കും. ആ ഒരു സ്ട്രക്ചർ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ, അത് ശരി. അത് മാത്രമല്ല, നമുക്ക് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര അസ്വസ്ഥതയാണ്. ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ഫാബ്രിക് ഭയങ്കര റഫാണ്. മറ്റ് ബാഗ്സ്, ഞാൻ നേരത്തെ കാണിച്ച ബാഗ്സ് പോലെയല്ല. ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. എസ്പെഷ്യലി കുറച്ച് പേരുണ്ടാവുമല്ലോ ഇങ്ങനെ നമ്മുടെ ശരീരത്തെ എന്തെങ്കിലും കുത്തുക പിടിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എസ്പെഷ്യലി യാത്ര ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ നല്ല ഫ്രീ ആയിട്ട് നടക്കണം. ആ ഒരു രീതിക്കുള്ള ഔട്ട്ഫിറ്റ്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഇടാറുള്ളത്. അതുപോലെ ബാഗ് ആണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആവണ്ടേ. ഇത് പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഭംഗിക്ക് കൊണ്ട് നടക്കാനായിട്ട് ഇത് അടിപൊളിയാണ്. ഞാൻ കഴിഞ്ഞ തവണ ഗോവയിൽ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പിടിച്ച് നടക്കേണ്ട അവസരം അധികം വന്നില്ല. നമ്മൾ ട്രെയിനിൽ പോയി ഇറങ്ങി പിന്നീട് ഞാൻ വേറെ ബാഗാണ് യൂസ് ചെയ്തത്. അപ്പം ഇപ്പം ഇത് സ്റ്റോക്കിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ 600-650 രൂപയ്ക്ക് മേടിച്ച ബാഗാണ്. പിന്നെ ഇപ്പോൾ നോക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഏകദേശം ഒരു 5000-6000 രൂപയ്ക്ക് കാണിക്കുന്നത്. പിന്നീട് എഗെയിൻ മാറ്റും കേട്ടോ അവർ. സ്റ്റോക്ക് വരുമ്പോൾ മാറ്റുമായിരിക്കും. ഞാൻ എന്തായാലും ലിങ്ക് ഇടാൻ നോക്കാം. ഇത് 600 രൂപയ്ക്ക് ഭംഗിക്ക് കൊണ്ടു നടക്കാനാണെങ്കിൽ നല്ലതാണ്. 2 കമ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട്. അതല്ലാണ്ട് അത്ര പോരാട്ടോ, വലിയ കാര്യമായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭംഗിയുണ്ട്, അത് മാത്രം. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്തവണ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. നല്ല പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ എന്തായാലും ലിങ്ക് ഇവിടെ ടാഗ് ചെയ്യാം. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് ടാഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. അത് ഈ ഭാഗത്തൊരു പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇവിടെ കാണാം. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലിങ്ക്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിൽ വേണ്ട പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് എത്തിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൈസും അറിയാൻ പറ്റും. ഷോർട്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഷോർട്സും ഈ പറഞ്ഞ പോലെ ലെഫ്റ്റിലോ റൈറ്റിലോ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ടാബ് പോലെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഡക്ട്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ്. അതെനിക്ക് നല്ലതായിട്ട് തോന്നി. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സൊക്കെ പലപ്പോഴും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുമ്പോഴും അല്ലെങ്കിൽ ഈവൻ കോമൻറ്റ് സെക്ഷനിൽ ഇടുമ്പോഴും എല്ലാവർക്കും അത്ര ചിലപ്പോൾ കണ്ടു എന്നൊന്നും വരില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഈ സൈഡിൽ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് പോയാലും സൈഡിൽ ഇങ്ങനെ വീഡിയോ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. അതും ഒരു ശല്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ആ ഒരു ഫ്ലോ പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഇടാം. വേണ്ടത് മാത്രം മേടിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ. ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.